ഇത് ഏതാണ്ട് 1 കോടിക്ക് മേലെ ജനങ്ങളെ ബാധിക്കുന്ന, അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഭീതിയുടെ നിഴലിൽ കഴിയേണ്ടി വരുന്ന അതിഗുരുതരമായ ഒരു പ്രശ്നത്തെ ഗവൺമെന്റിന് ഒന്നും ചെയ്യാനില്ല, ഈ ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന സംരക്ഷണത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഇവിടുത്തെ പരിസ്ഥിതിവാദികളും കോടതികളും ഞങ്ങൾക്ക് തടസ്സമാണെന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാറി ചിന്തിക്കേണ്ടി വരും. നിങ്ങൾ ഈ പറയുന്ന ഫുഡ് ചെയിനും ഈ പറയുന്ന എക്കോസിസ്റ്റവും 193 രാജ്യങ്ങളിൽ ഇല്ലല്ലോ കടുവ. അവിടെ എന്താ എക്കോസിസ്റ്റം ഇല്ലേ? എത്രയോ രാജ്യങ്ങളിൽ പാമ്പില്ലാത്ത രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെ പാമ്പ്? എക്കോസിസ്റ്റമാ. നിങ്ങൾ തെറ്റായ ചില കഥകൾ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ രാജ്യത്തെ കോടതികളിലെ ജഡ്ജിമാർക്കടക്കം വർഷാവർഷം ഫോറസ്റ്റിന്റെ ക്യാമ്പുകളിൽ 3-4 ദിവസവും തെറ്റായ പരിസ്ഥിതി ക്ലാസുകൾ നൽകുന്നു. അതുവഴി വലിയൊരു തെറ്റിദ്ധാരണയിലേക്ക് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. എന്നിട്ട് ഇത് ആയുധമാക്കിക്കൊണ്ട് വലിയൊരു ജനതയെ ഈ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് പുറത്തു നിർത്തിയിരിക്കുന്നു. അനുവദിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നേക്കാൾ അപ്പുറം ആളുകൾ വലിയ തോതിൽ ചിന്തിക്കുന്നുണ്ട്. അത് ഒരു ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങളും എല്ലാവരുടെയും സ്വസ്ഥ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം ഒട്ടും താമസമില്ലാതെ എത്തും. ഇന്നത്തെ പുലി വയനാട്ടിൽ ഇന്നിറങ്ങിയിരിക്കുന്നു, ആക്രമിച്ചിരിക്കുന്നു. ആതിരപ്പള്ളിയിൽ ആന ആക്രമിച്ചിരിക്കുന്നു. ഇതെന്താണ് ദൈനംദിനം നമ്മളിങ്ങനെ ചർച്ച ചെയ്തു പോകുമെന്നാണോ വിചാരിച്ചേക്കണേ? ഒരു ജനതയ്ക്ക് മേൽ ഇത്രമേൽ കഠിനമായി വരുന്ന ഒരു പ്രശ്നത്തെ അവരെന്നും കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ പ്രതീക്ഷിച്ചേക്കണേ? ഒട്ടേറെ തലകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കടുത്ത തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പരിസ്ഥിതിയാണ് ലക്ഷ്യമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ഒരു മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഇരിക്കേണ്ടി വരും. അതിന്റെ ജഡ്ജിമാരെ ഒന്നും നമ്മളിവിടെ ഭരണം ഏൽപ്പിച്ചിട്ടില്ല. ആരാണ് നിയമം നിർമ്മിക്കുന്നത്? ഈ ജനതയെ സംരക്ഷിക്കുന്നതിനും അവർക്ക് സ്വസ്ഥ ജീവിതം നൽകുന്നതിനും ആരാണ് ഞങ്ങൾ അധികാരപ്പെടുത്തിയിരിക്കുന്നത്? അത് ഈ കേരളത്തിന്റെയും ഇന്ത്യയുടെയും നിയമനിർമ്മാണ സഭകളാണ്. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന 72-ലെ കേന്ദ്ര നിയമം, ആ കേന്ദ്ര നിയമത്തിൽ ഒട്ടേറെ പഴുതുകൾ ഉണ്ടല്ലോ. നമ്മൾ എത്രയോ വട്ടം ചർച്ച ചെയ്തു. അപകടകാരിയാകുന്ന മൃഗങ്ങളെ കൊല്ലാൻ അതിൻ്റെ അകത്ത് അവകാശമുണ്ട്. ഇത് പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞതാ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത്തരം നിയമങ്ങൾ ദുർവ്യാഖ്യാനിച്ച് തടസ്സമാണ്, പുതിയ SOP വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് തടസ്സമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിച്ച് നിങ്ങൾ എത്ര കാലം പോകും? ഇപ്പൊ വനം മന്ത്രിയുടെ കാര്യം പറഞ്ഞു. എത്ര ഈ ആധുനിക കാലത്ത് ഒരു മന്ത്രി കാണിക്കുന്ന എന്തെല്ലാം വൃത്തികേടാ! കാലാനുസൃതമായി നിയമം പുതുക്കുകയാണെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ പ്രാവശ്യം പുതിയൊരു ഒരു കരിനിയമം ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. തെറ്റാണെന്ന് കണ്ട് മുഖ്യമന്ത്രി പിൻവലിക്കുന്നു, ഈ മന്ത്രി ന്യായീകരിക്കുന്നു. വളരെ ദയനീയമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തിരുത്തപ്പെട്ടില്ലെങ്കിൽ ഈ അക്രമമൊന്നും ഏറെ കാലം ഒരുപാട് മൃഗങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല